ഇത്തരം ചോദ്യം നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പത്തിൽ ഇത്തരം ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നാണ് നമ്മൾ അവരെക്കുറിച്ച് പെട്ടെന്ന് കേട്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. അതാണ് ഏറ്റവും ആദ്യം. നമ്മൾ സൗത്തിലേക്ക് പോയി, എന്നിട്ട് എങ്ങോട്ട് തിരിഞ്ഞു? റൈറ്റിലേക്ക് തിരിഞ്ഞ് പടിഞ്ഞാറ് അല്ലെ, എങ്ങോട്ട്? വെസ്റ്റിലേക്ക്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഏതൊരു പരീക്ഷ എടുത്താലും കേരള PSCയുടെ എന്നല്ല, മത്സര പരീക്ഷകളിൽ മിക്കവാറും ഭാഗങ്ങളിൽ മെന്റൽ എബിലിറ്റി പാർട്ട് നോക്കുമ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഡയറക്ഷൻ അഥവാ ദിശ. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയുന്ന കാര്യങ്ങളാണ്. എല്ലാവരും വരച്ചത് ചെയ്യാറുമുണ്ട്. വലിയ കുഴപ്പമില്ലാതെ തെറ്റാതെ തന്നെ എല്ലാവർക്കും ഉത്തരം ചെയ്യാനും പറ്റാറുണ്ട്. പക്ഷെ ഈ ഒരു ഏരിയയിലെ ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയം കുറേ കളയും. അതായത് നമ്മളിത് വരച്ച് നോക്കുക, അതിന്റെ അളവ് മാർക്ക് ചെയ്യുക, എന്നിട്ട് അതിന്റെ ദിശ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ലെങ്ത് എടുക്കുക, ഇങ്ങനെ ഒരുപാട് ജോലി നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇത്തരം ചോദ്യം നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പത്തിൽ ഇത്തരം ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൽ കുറച്ച് ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് കൃത്യമായി നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ അഥവാ സെൻസ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അധികം മാർക്ക് പോവാതെ രക്ഷപ്പെടാം. ഇപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിലിംസ് പരീക്ഷയിൽ 20 മാർക്ക് വരുന്നുണ്ട് മാത്സും മെന്റൽ എബിലിറ്റിയും. 10 മാർക്ക് മാത്സ് അഥവാ അരിത്തമെറ്റിക് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെന്റൽ എബിലിറ്റി പാർട്ടിൽ നിന്ന് 10. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 10 ചോദ്യങ്ങളിൽ ഒരെണ്ണം സെൻസ് ഓഫ് ഡയറക്ഷൻ പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ഇതുവരെയുള്ള പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെയിൻസിലേക്ക് ചെല്ലുമ്പോഴും 5 ചോദ്യങ്ങൾ എന്ത് വരുന്നുണ്ട്? മെന്റൽ എബിലിറ്റി പാർട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതിലൊരു ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. എവിടെ നിന്ന്? സെൻസ് ഓഫ് ഡയറക്ഷൻ. അപ്പൊ ഈ സെൻസ് ഓഫ് ഡയറക്ഷൻ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വരയ്ക്കാതെ എങ്ങനെ ചെയ്യാം? അതിന് ഏറ്റവും ആധികാരികമായിട്ട് നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ 4 ദിശകളെ കുറിച്ചുള്ള ബോധമാണ്. ഓക്കെ, ഈ 4 ദിശകൾ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യാറുണ്ട്. എപ്പോഴും സെൻസ് ഓഫ് ഡയറക്ഷൻ പഠിക്കുന്ന സമയത്ത് ഏറ്റവും മുകളിലുള്ള ദിശ അതാരാ? നോർത്ത് അഥവാ വടക്കാണ്. ഏറ്റവും താഴെയുള്ള ദിശ അതേതാണ്? നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൗത്ത് ആണ്. നമ്മുടെ വലത് ഭാഗത്ത് ആരാണ്? ഈസ്റ്റ്. നമ്മുടെ ഇടത് ഭാഗത്ത് വെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ നോർമലി മാർക്ക് ചെയ്യാറുള്ളത്. ഈ ദിശകളെ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പരിചയപ്പെടുക. അവരുടെ സ്ഥാനം അനുസരിച്ച് അവരെ കുറിച്ച് പെട്ടെന്ന് കേട്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. അതാണ് ഏറ്റവും ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ നോർത്ത് എന്ന് പറയുന്ന ദിശ അഥവാ വടക്ക് എന്ന് പറയുന്ന ദിശയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ ആദ്യം അറിഞ്ഞിരിക്കുന്നത് ഈ വടക്ക് എന്ന് പറയുന്ന ദിശ എവിടെയാണ്? അത് മുകളിലാണ്. നമ്മൾ എപ്പോഴും ഇപ്പൊ ഭൂപടം ഒക്കെ എടുക്കുകയാണെങ്കിൽ, മാപ്പ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും നോർത്ത് എടുക്കുന്നത് എങ്ങനെയാണ്? മുകളിലേക്കാണ് അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഒരു ഷീറ്റിലും അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു പേപ്പറിലും ആര് മാർക്ക് ചെയ്യുക? ദിശ മാർക്ക് ചെയ്യുക. എവിടെ? മുകളിൽ നോർത്ത് ആണല്ലോ. ഈ നോർത്തിന്റെ സൈഡിലേക്ക് അല്ലെങ്കിൽ നോർത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാള്, ഞാനിപ്പോ നോർത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആളാണെന്ന് വെക്ക്. അപ്പൊ ഞാൻ നോർത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്റെ വലത് ഭാഗത്ത് ആരാണ്, എന്റെ ഇടത് ഭാഗത്ത് ആരാണെന്ന് കൃത്യമായി ഞാൻ ഐഡന്റിഫൈ ചെയ്തിരിക്കണം അല്ലെ? അപ്പൊ നോർത്തിന്റെ വലത് ഭാഗം എന്ന് പറയുന്നത്, ഞാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്റെ വലത് ഭാഗം ഇതാണ്, എന്റെ ഇടത് ഭാഗം ഇതാണ്. അപ്പൊ നോർത്തിന്റെ വലത് ഭാഗത്ത് ആരാണ് വരുന്നത്? ഈസ്റ്റ് അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നോർത്തിന്റെ ഇടത് ഭാഗത്ത് ആരാ വരുന്നത്? വെസ്റ്റ് അല്ലേ? അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഇത് ഇത്രയും നമുക്ക് അത്യാവശ്യം വേണ്ടുന്നതാണ്. ഇനി നമ്മൾ ഈസ്റ്റിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഇനി കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ലെഫ്റ്റിൽ ആരാണ്? കണ്ടോ? കിഴക്കോട്ട് നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റിൽ വരുന്നത് നോർത്തും നമ്മുടെ റൈറ്റിൽ വരുന്നത് സൗത്തുമാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണം. നോർത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ലെഫ്റ്റ്, റൈറ്റ്. ഇനി ഈസ്റ്റിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ലെഫ്റ്റ്, റൈറ്റ്. അത് ഓർത്തിരിക്കണം. ഇനി നമ്മൾ സൗത്തിലേക്ക് തിരിയാണ്. സൗത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ലെഫ്റ്റിൽ, സൗത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡിൽ ആരാ വരിക? അത് ഉറപ്പായിട്ട് ഈസ്റ്റ് ആയിരിക്കും അല്ലെ? സൗത്തിലേക്കാണ് ഞാൻ തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് എന്റെ ലെഫ്റ്റ് സൈഡ് ആരായിരിക്കും? ഈസ്റ്റ് ആയിരിക്കും. എന്റെ റൈറ്റ് സൈഡ് വരുന്നത് വെസ്റ്റും ആയിരിക്കും ആണല്ലോ, പടിഞ്ഞാറ്. ഓക്കെ, ഇനി ഞാൻ പടിഞ്ഞാറ് ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ എന്റെ ലെഫ്റ്റിൽ ആരാ വരിക? ഉറപ്പായിട്ടും സൗത്ത് ആയിരിക്കും. അതുപോലെ എന്റെ റൈറ്റിൽ ആരാ വരിക? ഉറപ്പായിട്ടും നോർത്ത് ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് ദിക്കുകളെ വലത് ഇടത് എന്ന രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? രക്ഷപ്പെട്ടു. നമ്മുടെ പകുതി ജോലി തീർന്നു. എന്നുവെച്ചാൽ വരയ്ക്കാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്.
ഓരോ ദിശയുടെ ലെഫ്റ്റ് റൈറ്റ് അതെങ്ങനെ തന്നെ ഐഡന്റിഫൈ ചെയ്യണം? നമ്മൾ ആ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് തന്നെ ലെഫ്റ്റും റൈറ്റും എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തെറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണേ. ഇതിനി മറക്കരുത്. അഥവാ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു ഡയറക്ഷൻ ഇതുപോലെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ സൈഡിലേക്ക് അങ്ങ് തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് നോക്കുക ലെഫ്റ്റിൽ ആരാണ്, റൈറ്റിൽ ആരാണ്. ഇത് ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ പകുതി ജോലി തീർത്തിട്ടുണ്ട്. ആണല്ലോ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഒരു എക്സാമ്പിൾ ചോദ്യം വഴിയാണ് നമ്മൾ ഇതിന്റെ ശരിക്കും ആ ഒരു രീതി എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എ ബോയ് ഗോസ് സൗത്ത്, ടേൺസ് റൈറ്റ്, then right again and then goes left. In which direction he is now എന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ സെൻസ് ഓഫ് ഡയറക്ഷനകത്ത് നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ഡയറക്ഷൻസ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? മുകളിൽ നോർത്ത് എന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇതിന്റെ താഴെ ഞാൻ എന്ത് മാർക്ക് ചെയ്തു? സൗത്ത് മാർക്ക് ചെയ്തു. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ ഈസ്റ്റ് എന്നും എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ് എന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഈ ബോയ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു പോയിന്റിൽ നിന്ന് ഇവൻ അവന്റെ യാത്ര തുടങ്ങുകയാണ്. എന്താണ് ചെയ്യുന്നത്? ആദ്യം സൗത്തിലേക്ക് പോയി എന്നാണ്. അപ്പോൾ സൗത്തിലേക്ക് എത്ര ദൂരം പോയി എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ദൂരത്തിന്റെ ആവശ്യമില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് സൗത്തിലേക്ക് സഞ്ചരിച്ചു. ശേഷം അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പൊ സൗത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ എങ്ങോട്ട്? റൈറ്റിലേക്ക് തിരിയാന്ന് വെച്ചാൽ എങ്ങോട്ടായിരിക്കും? പടിഞ്ഞാറ് ദിശയിലേക്കായിരിക്കും. ശരിയല്ലേ? അപ്പൊ റൈറ്റിലേക്ക് തിരിഞ്ഞ് എങ്ങോട്ടേക്ക് പോകുന്നു? പടിഞ്ഞാറ് ദിശയിലേക്ക് പോകുന്നു. അത് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ പടിഞ്ഞാറ് ദിശയിലേക്ക് പുള്ളിക്കാരൻ പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പറയാണ് ആൻഡ് ദെൻ എങ്ങോട്ട്? റൈറ്റ് അഗൈൻ. ഒന്നുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റിലേക്ക് തിരിയുന്നുണ്ട്. അപ്പൊ പടിഞ്ഞാറ് ദിശയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയാന്ന് വെച്ചാൽ എങ്ങോട്ടാ? മുകളിലേക്കല്ലേ? നോർത്തിലേക്ക് തന്നെ പോണ്ടേ? യെസ്. അപ്പൊ ആ ഒരു ദിശയിൽ നിന്ന് മുകളിലേക്ക് നോർത്തിലേക്ക് പോകുന്നു. ഓക്കെ. ആൻഡ് ദെൻ ഗോസ് ലെഫ്റ്റ്. അവിടെ നിന്ന് പിന്നെ എങ്ങോട്ട് പോയി? ലെഫ്റ്റിലേക്ക് പോയി എന്നാണ്. കണ്ടോ? അപ്പൊ ആ ഒരു പൊസിഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി എന്ന് വെച്ചാൽ ഇപ്പം ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്? ഇൻ വിച്ച് ഡയറക്ഷൻ ഹി ഈസ് നൗ എന്ന് വെച്ചാൽ ഏത് ഡയറക്ഷനിലേക്ക് പുള്ളിക്കാരൻ ഇപ്പൊ തിരിഞ്ഞു നിൽക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഇത് നമ്മുടെ ഇവിടെ ആൻസർ തന്നെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്? വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ്, പടിഞ്ഞാറ് ദിക്കിലേക്കാണ് ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ വരച്ചപ്പോ ആർക്കും സംശയമില്ലല്ലോ. എങ്ങോട്ട് പോയി? ആദ്യം സൗത്തിലേക്ക് പോയി, എന്നിട്ട് എങ്ങോട്ട് തിരിഞ്ഞു? റൈറ്റിലേക്ക് തിരിഞ്ഞ് പടിഞ്ഞാറ് അല്ലെ? എങ്ങോട്ട്? വെസ്റ്റിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു, നോർത്തിലേക്ക് പോയി, എന്നിട്ട് എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, പിന്നെ വെസ്റ്റിലെത്തി. ആണല്ലോ? ഇതെല്ലാവർക്കും ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ ഇതൊന്നും വരയ്ക്കാതെ എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കേട്ടോണം. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ ബോയ് എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നാ പറഞ്ഞേ? സൗത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സൗത്ത് അതുപോലെ അവിടെ അങ്ങ് എഴുതി വെക്കുക. സൗത്ത്. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്തേ പുള്ളിക്കാരൻ? ആദ്യം റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പൊ ആ റൈറ്റ് നമ്മൾ അങ്ങ് മാർക്ക് ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞ് റൈറ്റ് അഗെയിൻ, ഒന്നും കൂടി റൈറ്റിലേക്ക് തിരിഞ്ഞു. ഓക്കെ, അതങ്ങ് മാർക്ക് ചെയ്യുക. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷമോ ആൻഡ് ദെൻ ഗോസ് എന്ത് ചെയ്തിട്ടുണ്ട്? ലെഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്? ലെഫ്റ്റ്. അപ്പൊ നിങ്ങൾ നോക്കി, ഇതിനകത്ത് എന്താണ് അത്ഭുതം? നമ്മൾ ചോദ്യത്തിൽ തന്ന കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മുതലാണ് നമ്മൾ ഈ സംഗതി പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ. ഇവിടെ റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു റൈറ്റ് തിരിഞ്ഞ ശേഷം പിന്നെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടോ? ഇല്ല. ആദ്യം വലത്തേക്ക് തിരിയുന്നു, പിന്നെ ഇടത്തേക്ക് തിരിഞ്ഞാൽ എന്ത് തന്നെയാണ്? പോയ പോലെ തിരിച്ചു വന്നു എന്നാണല്ലോ. ആണോ അല്ലയോ? ആണോ? ഒരാള് വലത്തേക്ക് തിരിഞ്ഞു, ഞാൻ വലത്തേക്ക് തിരിഞ്ഞു, എന്നിട്ട് ഞാൻ പിന്നെയും എന്റെ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ എങ്ങോട്ടാണോ നോക്കിയത് അങ്ങോട്ട് തിരിച്ചു വന്നു എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതാണ് ബേസിക് കൺസെപ്റ്റ്. ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ്, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ് എന്നുള്ള രീതിയിൽ ഇതിനെ വെട്ടിക്കളയുക. ഓക്കെ ആണോ? ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ്, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ് എന്ന ക്രമത്തിൽ വെട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പൊ രണ്ട് റൈറ്റും രണ്ട് ലെഫ്റ്റും ഉണ്ടെങ്കിൽ നമുക്കത് വെട്ടിക്കളയാം. രണ്ട് ലെഫ്റ്റും രണ്ട് റൈറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റണം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ ഒരു റൈറ്റും ഒരു ലെഫ്റ്റും നമ്മൾ അങ്ങ് വെട്ടി. ബാക്കി ആരേ ഉള്ളൂ? സൗത്ത് പ്ലസ് റൈറ്റ് മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ ആൻസറിൽ. ആണ് സൗത്ത് പ്ലസ് റൈറ്റ് എന്ന് വെച്ചാൽ
സൗത്തിന്റെ റൈറ്റിൽ വരുന്ന ഡയറക്ഷൻ ആരാണ്? സൗത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ റൈറ്റിൽ വരുന്ന ആരാണ്? വെസ്റ്റ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. വരയ്ക്കണമെന്നില്ല. പിടികിട്ടിയോ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് കിട്ടുന്നത്? നമുക്ക് വെസ്റ്റ് എന്നാണ് കിട്ടുന്നത്. ചെയ്ത കാര്യം എത്ര ഉള്ളൂ? ഈ ബോയ് എങ്ങോട്ട് സഞ്ചരിച്ചു? സൗത്തിലേക്ക് സഞ്ചരിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു, പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞു, പിന്നെ ലെഫ്റ്റ്. അപ്പൊ ഒരു റൈറ്റും ഒരു ലെഫ്റ്റും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അവസാനത്തെ റിസൾട്ടിൽ ആര് മാത്രമേ ഉള്ളൂ? സൗത്തും റൈറ്റും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം സൗത്തിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ദിക്കാണ് ഇപ്പോ ഈ ഒരു ബോയ് തിരിഞ്ഞു നിൽക്കുന്ന ഡയറക്ഷൻ. മതി, ഇനഫ്. നമ്മുടെ ആൻസർ ആയില്ലേ? മതി. ഇതിന്റെ കൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ഒന്ന് ഞാൻ പറയുകയാണ്. ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഡയറക്ഷൻ, ഒരു പ്രത്യേക ഡയറക്ഷൻ, അത് ഏത് ഡയറക്ഷനും ആയിക്കോട്ടെ, ആ ഡയറക്ഷന്റെ കൂടെ 2 റൈറ്റ് വരികയാണെന്ന് വിചാരിക്കുക. 2 റൈറ്റ് അല്ലെങ്കിൽ 2 ലെഫ്റ്റ് വരികയാണെന്ന് വിചാരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വരികയാണെങ്കിൽ 2 റൈറ്റോ 2 ലെഫ്റ്റോ വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്തെഴുതണമെന്ന് അറിയാവോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ എഴുതുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഈസ്റ്റിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ 2 തവണ റൈറ്റിലേക്ക് തിരിയുകയോ 2 തവണ ലെഫ്റ്റിലേക്ക് തിരിയുകയോ ചെയ്താൽ അയാൾ ഏത് ഡയറക്ഷനിലെത്തി എന്നാണ്? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായ വെസ്റ്റിലെത്തി എന്നാണ് മീനിങ്. ഓക്കെ, ഓർത്തിരിക്കുക, എല്ലാവരും ഓർത്തിരിക്കുക. 2 റൈറ്റോ 2 ലെഫ്റ്റോ ഒരാൾ തിരിയുന്നുണ്ട് എങ്കിൽ, ഒരു പ്രത്യേക ഡയറക്ഷനിൽ നിന്ന് തിരിയുന്നുണ്ട് എങ്കിൽ അയാൾ എവിടെ എത്തി? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെത്തി. നമുക്കറിയാം ഒരു റൈറ്റോ ഒരു ലെഫ്റ്റോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് 0 ആണ്. എന്താണ്? ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ 3 റൈറ്റ് വരികയാണെന്ന് വിചാരിക്കും. 3 റൈറ്റ് കേട്ടോ, 3 റൈറ്റ് ഒരുമിച്ച് വന്നാൽ അത് ആർക്ക് തുല്യമാണെന്ന് അറിയാമോ? ഒരു ലെഫ്റ്റിന് തുല്യമാണ്. 3 റൈറ്റ് ഒരുമിച്ച് തിരിയുന്നതിന് തുല്യം എന്താണ്? ഒരു ലെഫ്റ്റ് ആണ്. അതുപോലെ 3 ലെഫ്റ്റ് ഒരുമിച്ച് തിരിയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? ഒരു റൈറ്റ് എന്ന് പറയും. ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കാം. 2 റൈറ്റോ 2 ലെഫ്റ്റോ വന്നാൽ അതിനെ ഓപ്പോസിറ്റ് എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ 3 റൈറ്റ് എന്നത് ഒരു ലെഫ്റ്റിന് തുല്യമാണ്. 3 ലെഫ്റ്റ് എന്നത് ഒരു റൈറ്റിന് തുല്യമാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നോർത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ 3 തവണ റൈറ്റിലേക്ക് തിരിഞ്ഞു അല്ലെ? സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നോർത്തിന്റെ റൈറ്റ് ആരാ? ഈസ്റ്റ്. ഈസ്റ്റിന്റെ റൈറ്റ് ആരാ? സൗത്ത്. സൗത്തിന്റെ റൈറ്റ് ആരാ? വെസ്റ്റ്. അപ്പൊ നോർത്തിൽ നിന്ന് 3 തവണ ഞാൻ റൈറ്റ് തിരിഞ്ഞാൽ എവിടെ എത്തും? വെസ്റ്റിലേക്ക് എത്തും. പകരം നിങ്ങൾ നോർത്തിൽ നിന്ന് ഒരു ലെഫ്റ്റ് അങ്ങ് എടുത്താൽ പോരെ, വെസ്റ്റിലെത്തിയില്ലേ? ഇത്രേ ഉള്ളൂ. ഇത് ഇതുപോലെ അങ്ങ് പഠിച്ചു നോക്കുക. അപ്പൊ 3 റൈറ്റിന് പകരം നമ്മൾ ഒരു ലെഫ്റ്റ് എടുക്കുക, 3 ലെഫ്റ്റിന് പകരം ഒരു റൈറ്റ് എടുക്കുക. ഓർത്തിരിക്കാൻ പറ്റുമല്ലോ? ഓക്കെ. ഇനി അടുത്ത് 4 റൈറ്റോ 4 ലെഫ്റ്റോ വരികയാണെന്ന് വിചാരിക്കുക. 4 റൈറ്റ് ഒരുമിച്ച് വരികയാണ്. അല്ലാന്നുണ്ടെങ്കിൽ 4 ലെഫ്റ്റ് ഒരുമിച്ച് വരികയാണ്. 4 ലെഫ്റ്റ് ഒരുമിച്ച് വരികയാണ്. ഇത് എന്തിന് തുല്യമാണെന്ന് അറിയാമോ? സെയിം ഡയറക്ഷൻ. 4 തവണ റൈറ്റ് തിരിയുകയോ 4 തവണ ലെഫ്റ്റ് തിരിയുകയോ ചെയ്താൽ നമ്മൾ എവിടെ എത്തിച്ചേരും? നമ്മൾ ഏത് ദിക്കിലേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് അവിടേക്ക് എത്തിച്ചേരും. ഈ 4 കാര്യങ്ങൾ കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, ഒരു ലെഫ്റ്റിനെ ഒരു റൈറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ ഓർത്തിരിക്കേണ്ടതാണ്, 2 റൈറ്റോ 2 ലെഫ്റ്റോ എന്നെഴുതുന്നതിന് പകരം അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എഴുതുക. അതുപോലെ 3 റൈറ്റിന് തുല്യം ഒരു ലെഫ്റ്റ്, 3 ലെഫ്റ്റിന് തുല്യം ഒരു റൈറ്റ്. അതുപോലെ 4 റൈറ്റോ 4 ലെഫ്റ്റോ വന്നാൽ അത് എന്തിന് തുല്യമാണ്? സെയിം ഡയറക്ഷന് തുല്യമാണ്. ഓർപ്പിച്ചോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 1-2 എക്സാമ്പിൾസും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതങ്ങ് സെറ്റ് ആയിക്കോളും. ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുമ്പോൾ അതങ്ങ് ഉറപ്പിക്കാൻ പറ്റും. ഈ ഒരു ചോദ്യം നമുക്ക് നോക്കാം. എ പേഴ്സൺ വാസ് ഗോയിങ് ടുവേർഡ് സൗത്ത്. ഒരാൾ എന്ത് ചെയ്യാണ്? സൗത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. then turns left, then turns left again, then right. തന്നിരിക്കുന്ന ഏതാണ്? ആദ്യം then turns left, then left again, then right. After that he turned about. In which direction is he now? എന്നാണ് ചോദ്യം. ഓക്കെ, വരയ്ക്കണോ? ഞാൻ വരയ്ക്കാതെ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് വരച്ചോ. ഞാനിത് വരയ്ക്കാതെ ചെയ്യാണ്. ആദ്യം ഈ പേഴ്സൺ എങ്ങോട്ടാ പോയെ? സൗത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഏത് ഡയറക്ഷനിലേക്കാണ് സഞ്ചരിക്കുന്നത്? സൗത്ത്. ഇത് നമ്മൾ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എഴുതിയ പോലെ ആദ്യം എന്ത് ചെയ്തു? ടേൺ ലെഫ്റ്റ് എന്നല്ലേ? സൗത്തിനോടൊപ്പം ഒരു ലെഫ്റ്റ് കൂടി ചേർക്കാം. ഓക്കെ, ദെൻ ലെഫ്റ്റ് ഒരു തവണയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലേക്ക് പോകുന്നു.
ഓക്കെ, എഗെയിൻ ദെൻ റൈറ്റ്, ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റിലേക്കും പോകുന്നുണ്ട്. ആണല്ലോ. അപ്പൊ സൗത്ത് പ്ലസ് ലെഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് പ്ലസ് റൈറ്റ് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. അവസാനം പറയുന്നു ഹി ടേൺഡ് എബൌട്ട്. എബൌട്ട് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ഈ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തെ അസംബ്ലിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ NCC പരേഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എബൌട്ട് ടേൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറില്ലേ? യെസ്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നേരെ ഓപ്പോസിറ്റ്. എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ? അപ്പൊ ഓർക്കുക, ഇവിടെ ഉള്ളത് സൗത്ത്. സൗത്തിന്റെ ഒരു ലെഫ്റ്റ് ഒരു റൈറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ ലെഫ്റ്റിനെയും റൈറ്റിനെയും അങ്ങ് ക്യാൻസൽ ചെയ്യാം. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? സൗത്ത് പ്ലസ് ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലെ? സൗത്തിനോട് ഒരു ലെഫ്റ്റ് വന്നാൽ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, സൗത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ അല്ലെ, അയാളുടെ ലെഫ്റ്റ് സൈഡിൽ ആരാ? ഉറപ്പായിട്ടും അത് ഈസ്റ്റ് ആയിരിക്കും അല്ലേ? ഈസ്റ്റ് ആണല്ലോ. ഈസ്റ്റ് ആണോ നമ്മുടെ ആൻസർ? അല്ല, ഇതിനകത്ത് ഒരു എബൌട്ട് ടേണും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഈസ്റ്റിന്റെ എബൌട്ട് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അപ്പൊ ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെസ്റ്റ്. തെറ്റരുത്, തെറ്റരുത്. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ എവിടേക്ക് പോകേണ്ടി വന്നു? വെസ്റ്റിലേക്ക് തന്നെ പോകേണ്ടി വന്നു. പക്ഷെ അവിടെ എന്തായിരുന്നു? ഒരു ലെഫ്റ്റ് ഒരു റൈറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ ശേഷം മിച്ചം ഉണ്ടായിരുന്ന ആരായിരുന്നു? റൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് നേരെ നമ്മൾ എവിടെ പോയി? വെസ്റ്റിൽ പോയി. എന്നാൽ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ചെയ്തത് വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്തു? ആദ്യം സൗത്ത് ആണല്ലോ. സൗത്തിനോട് ആദ്യം എന്ത് ചെയ്തു? ഒരു ലെഫ്റ്റ് കൊടുത്തു, അതിനുശേഷം ഒരു ലെഫ്റ്റും കൂടെ കൊടുത്തു. ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു റൈറ്റും കൂടെ കൊടുത്തു. എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഇവിടെ നിന്ന് എങ്ങോട്ടാ പോകേണ്ടത്? ഓപ്പോസിറ്റിലേക്കാണ് പോകേണ്ടത്. ഒന്ന് ഓർത്ത് വെച്ചോട്ടാ. ഈ ലെഫ്റ്റും ഈ റൈറ്റും ഞാൻ ക്യാൻസൽ ചെയ്തു. ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ് എന്ന ക്രമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു ആണല്ലോ. സൗത്തിന്റെ ലെഫ്റ്റ് ആരാ? സൗത്തിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈസ്റ്റ് ആണ്. ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നമുക്ക് ആവശ്യം. സോ നമ്മൾ ഇവിടെ എഴുതുന്നു, ഇവിടുത്തെ ആൻസർ വെസ്റ്റ് ആണ് അല്ലെ? എന്താണ് ഇവിടുത്തെ ആൻസർ? വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ദിശയാണ്. ഉറപ്പിക്കാമോ? കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റൂലേ? യെസ്, വരയ്ക്കുന്നതിന്റെ പകുതി സമയം ഇവിടെ ആവശ്യമുള്ളൂ. അടുത്ത ചോദ്യം, എ മാൻ ഡ്രൈവ്സ് 5 കിലോമീറ്റർ ടു നോർത്ത് ഡയറക്ഷൻ, ടേൺസ് ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ്സ് 2 കിലോമീറ്റേഴ്സ്, ടേൺസ് ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ്സ് അനദർ 3 കിലോമീറ്റേഴ്സ് and then turns right and again drives 5 kilometers and finally turns to right. Which direction is he facing now? എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ചോദ്യത്തിലേക്ക് പോവാണ്. ഇവിടെ കുറച്ചധികം ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ? 5 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ എന്നിങ്ങനെ ഓരോ അളവുകൾ തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് എടുക്കണ്ട. സാധാരണഗതിയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഡിസ്റ്റൻസും കൂടെ എഴുതി അതിന്റെ അളവും കൂടി പരിഗണിച്ചാൽ നമ്മൾ ചെയ്യാറ്. പക്ഷേ ഇവിടെ ഞാൻ അത് എടുക്കണ്ട, ഡിസ്റ്റൻസ് എടുക്കണ്ട എന്ന് പറയാൻ കാരണം നമുക്ക് ആൻസർ എഴുതാൻ ഏതിന്റെ ആവശ്യം വരുന്നില്ല? ഡിസ്റ്റൻസിന്റെ ആവശ്യമില്ല. ഇവിടെ എന്താ ആവശ്യമില്ല? ദൂരം ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു മാൻ എങ്ങോട്ടേക്ക് പോവാണ്? നോർത്ത് ഡയറക്ഷനിലേക്ക് പോവാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നോർത്ത് അങ്ങ് എഴുതി വെക്കുക. ഡയറക്ഷൻ എഴുതിയല്ലോ, റെഡി. എന്നിട്ട് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കിനി വേണ്ടത് ലെഫ്റ്റും റൈറ്റും ആണല്ലോ. നോർത്ത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്? ലെഫ്റ്റ് വരുന്നുണ്ട്. അപ്പൊ നോർത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലെഫ്റ്റ് ആഡ് ചെയ്യാം. ആൻഡ് ഡ്രൈവ്സ് 2 കിലോമീറ്റേഴ്സ് ആയിക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ, പ്രശ്നമുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ലെഫ്റ്റ് അവിടെ തന്നെ മാർക്ക് ചെയ്തു. ആൻഡ് ഡ്രൈവ്സ് അനദർ 3 കിലോമീറ്റേഴ്സ് ആവശ്യമുണ്ടോ? വേണ്ട, വിട്ടു. ആൻഡ് ദെൻ ടേൺസ് റൈറ്റ്, എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു, വലത് ഭാഗത്തേക്ക്. ആൻഡ് അഗൈൻ ഡ്രൈവ്സ് 5 കിലോമീറ്റേഴ്സ്. ഓക്കെ ആണല്ലോ, വിട്ടു. ആൻഡ് ഫൈനലി ടേൺസ് റൈറ്റ്, എന്നിട്ട് എന്ത് ചെയ്തു? റൈറ്റിലേക്ക് തിരിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആദ്യം നോർത്തിലേക്ക് സഞ്ചരിച്ച ആള് ഒരു ലെഫ്റ്റ് തിരിഞ്ഞു, പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞു, പിന്നെ റൈറ്റ് തിരിഞ്ഞു, പിന്നെ റൈറ്റ് തിരിഞ്ഞു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് അയാൾ ഫേസ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എത്ര ലെഫ്റ്റ് ഉണ്ട്, എത്ര റൈറ്റ് ഉണ്ട്? ഇവര് 2 ലെഫ്റ്റ് 2 റൈറ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവരെ തമ്മിൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്തുകൂടെ? അപ്പൊ 2 ലെഫ്റ്റിന് 2 റൈറ്റ് എന്ന ക്രമത്തിൽ ഞാൻ എന്ത് ചെയ്തു? അതങ്ങ് ക്യാൻസൽ ചെയ്തു. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പൊ 2 ലെഫ്റ്റും 2 റൈറ്റും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ
ബാക്കി നമുക്കിനി ആര് മാത്രമേ ഉള്ളൂ? നോർത്ത്. ആ ഡയറക്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോടാ? ഒരു വ്യത്യാസം ഇല്ല. നിങ്ങൾ വരച്ചു നോക്കിയാലും ഇതിനപ്പുറം ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഏത് തന്നെയാണ്? നോർത്ത്. പിടികിട്ടിയോ? എന്തുമാത്രം സമയം നിങ്ങൾ ലാഭിക്കുന്നുണ്ട് എന്ന് നോക്കൂ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? നോർത്ത് ആണ്. എങ്ങനെ കിട്ടുന്നു? ഒരാള് എങ്ങോട്ടേക്ക് സഞ്ചരിച്ചു എന്നാണ്? നോർത്തിലേക്ക് സഞ്ചരിച്ചു. എന്നിട്ട് ലെഫ്റ്റ് തിരിയുന്നു അല്ലെ? ആദ്യത്തെ ലെഫ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്? ലെഫ്റ്റിലേക്ക് തിരിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടോ പിന്നെ ഒരു റൈറ്റ് ആണ് തിരിഞ്ഞിരിക്കുന്നത്. അവസാനം എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെയും ഒരു റൈറ്റ് തിരിഞ്ഞു. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ 2 ലെഫ്റ്റും 2 റൈറ്റും വന്നിട്ടുള്ളത് കാരണം അവരെ നമ്മൾ ക്യാൻസൽ ചെയ്തു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ ഇപ്പൊ ഏത് ദിശയിൽ തന്നെയാണുള്ളത്? നോർത്തിലേക്ക് തന്നെയാണുള്ളത്. വേണമെങ്കിൽ വരച്ചോ, ഒരു ഡൗട്ടും വേണ്ട. ആൻസർ നോർത്ത്. തെറ്റാണോ? കുഴപ്പമില്ലല്ലോ. എല്ലാരും ചെയ്യുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. എല്ലാരും ചെയ്ത് നോക്കുക കേട്ടോ. വരച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഓക്കെ ആണോ, ഇത് ഉറപ്പാണോ, നമുക്ക് കിട്ടുന്ന പോലെ തന്നെയാണോ ആൻസർ വരുന്നത് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം പഠിക്കുക കേട്ടോ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഇത് എന്തായാലും പഠിച്ചു കളയാം അങ്ങനെ പഠിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ മെത്തേഡ് പഠിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ പഠിക്കണമെന്നില്ല. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്: അർജുൻ ടേൺഡ് ലെഫ്റ്റ് ആഫ്റ്റർ വാക്കിംഗ് 10 meters and covered a distance of 6 meters, then turned right and covered a distance of 20 meters. In the end, he was moving towards west. In which direction did Arjun start his journey? എന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ? എവിടെയാണ് അർജുൻ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഏത് ദിക്കിലേക്കാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തന്നിട്ടേ ഇല്ല അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? ഇവിടെ അവസാനം എത്തിയിരിക്കുന്ന ഡയറക്ഷനായ വെസ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ഈ വെസ്റ്റിൽ നിന്ന് വേണം യാത്ര തുടങ്ങാൻ. ആണോ? അങ്ങനെയല്ല, എത്തിച്ചേർന്നിരിക്കുന്ന ദിക്ക് വെസ്റ്റ് ആണ്. ഈ വെസ്റ്റിനെ അധികരിച്ച് വേണം നമ്മൾ എവിടേക്ക് പോകാൻ? സ്റ്റാർട്ട് ചെയ്ത ദിക്ക് കണ്ടുപിടിക്കാൻ അല്ലെ? ഇപ്പൊ നമ്മളൊരു ഇമേജ് വരച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അർജുൻ എന്ത് ചെയ്യുന്നുണ്ട്? യാത്ര ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് അറിയില്ല. പക്ഷെ ഒരു 10 മീറ്റർ സഞ്ചരിച്ച ശേഷം ലെഫ്റ്റിലേക്ക് തിരിയുന്നു എന്ന് പറയുന്നു. അർജുൻ ടേൺഡ് ലെഫ്റ്റ് ആഫ്റ്റർ വാക്കിംഗ് 10 meters. ഏതോ ഒരു പോയിന്റിൽ നിന്ന് അർജുൻ ഒരു യാത്ര തുടങ്ങി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു 10 മീറ്റർ സഞ്ചരിച്ചു. ഞാനിവിടെ ഡിസ്റ്റൻസ് ഒന്നും മാർക്ക് ചെയ്യുന്നില്ല, നമുക്ക് ആൻസറിലെ ഡിസ്റ്റൻസ് ആവശ്യമില്ല. 10 മീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. അപ്പൊ സഞ്ചരിച്ച ദിശ ഏതോ അതിന്റെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ഒരു 6 മീറ്റർ സഞ്ചരിക്കുകയാണ്. അപ്പൊ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. എത്ര മീറ്റർ സഞ്ചരിച്ചു? 6 മീറ്റർ സഞ്ചരിച്ചു. ദെൻ ടേൺഡ് റൈറ്റ്. അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നു? 20 മീറ്റർ സഞ്ചരിക്കുന്നു. കണ്ടോ? ഓക്കെ ആണല്ലോ. ഇൻ ദ എൻഡ് ഹി വാസ് മൂവിങ് ടുവേർഡ്സ് വെസ്റ്റ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇപ്പോ ഈ പുള്ളിക്കാരൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഡയറക്ഷനിലേക്കാണ്? വെസ്റ്റിലേക്കാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിക്ക് ഏതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. സഞ്ചരിച്ച് തുടങ്ങിയ ദിക്കും അറിയില്ലായിരുന്നു. നമ്മളൊരു ഉദ്ദേശം വെച്ചിട്ട് എന്ത് ചെയ്തു? വരച്ചങ്ങ് തുടങ്ങി അല്ലെ? എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം 10 മീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു 6 മീറ്റർ സഞ്ചരിച്ചു. പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞു 20 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏത് ദിക്കിലേക്കാണ് നിൽക്കുന്നത്? വെസ്റ്റിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ യാത്ര തുടങ്ങിയത് ഏത് ദിക്കിലേക്കായിരുന്നു എന്നാണ് ചോദ്യം. അത് ഉറപ്പായിട്ടും വെസ്റ്റ് അല്ലേ? സംശയമുണ്ടോ? ഒരു സംശയമില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? വെസ്റ്റ്. ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ ഇൻ വിച്ച് ഡയറക്ഷൻ എന്നതിന് പകരം ഫ്രം വിച്ച് ഡയറക്ഷൻ എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കും. ഇതേ ചോദ്യത്തിൽ തന്നെ നിങ്ങളോട് എന്ത് ചോദിക്കുകയാണ്? ഫ്രം വിച്ച് ഡയറക്ഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. ഏത് ദിക്കിലേക്കാണ് യാത്ര തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ വെസ്റ്റ് തന്നെയാണ്. എന്നാൽ ഏത് ദിക്കിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. വെസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തെഴുതുക? ഈസ്റ്റ്. കാരണം ഇപ്പൊ തിരിഞ്ഞു നിൽക്കുന്നത് വെസ്റ്റിലേക്കാണല്ലോ. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് യാത്ര തുടങ്ങിയാലല്ലേ ഈ സഞ്ചാരപാതയിലൂടെ എവിടെ എത്തിച്ചേരുള്ളൂ? വെസ്റ്റിൽ എത്തിച്ചേരുള്ളൂ. അപ്പൊ ഇപ്പൊ ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് ആണെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണ് യാത്ര തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ വെസ്റ്റിൽ തന്നെയാണ്. എന്നാൽ ഏത് ഡയറക്ഷനിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഈസ്റ്റ് എന്ന് പറയുക. ഓക്കെ. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ വരയ്ക്കാതെ എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അർജുൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നോ എത്ര മീറ്റർ സഞ്ചരിച്ചെന്നോ വേണ്ട, ടേൺ ചെയ്തത് മാത്രം നോക്കുക. അർജുൻ ടേൺഡ് ലെഫ്റ്റ്. ആദ്യം എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 10 മീറ്റർ സഞ്ചരിച്ച ശേഷമാണ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞത്.
ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു? 6 മീറ്റർ സഞ്ചരിച്ചു. ദെൻ ടേൺഡ് റൈറ്റ്, അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു അല്ലേ? എന്നിട്ട് കവേർഡ് എത്ര മീറ്റർ? 20 മീറ്റേഴ്സ്. ഇൻ ദ എൻഡ് ഹി വാസ് മൂവിങ് ടുവേർഡ്സ് വെസ്റ്റ്. അപ്പൊ ഒരു ലെഫ്റ്റിനും ഒരു റൈറ്റിനും ശേഷം ഇപ്പൊ ഏത് ദിക്കിലേക്ക് തിരിഞ്ഞു എന്നാ പറഞ്ഞേ? വെസ്റ്റിലേക്ക് തിരിഞ്ഞു എന്നാ അല്ലെ? ഒരു ലെഫ്റ്റും ഒരു റൈറ്റും വന്നിട്ടുണ്ടെങ്കിൽ അത് 0 ആണെന്ന് നമുക്കറിയാലോ അല്ലെ? ലെഫ്റ്റും റൈറ്റും തിരിയാന്ന് വെച്ചാൽ അവിടെ എന്ത് വന്നിട്ടില്ലടാ? ഡയറക്ഷൻ ഒരു ചേഞ്ചും വന്നിട്ടില്ല അല്ലെ? അപ്പൊ വെസ്റ്റിൽ ഇപ്പൊ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ സ്റ്റാർട്ട് ചെയ്തതും എവിടെ തന്നെയാണ്? വെസ്റ്റിലേക്ക് തന്നെയാണ് എന്നോർക്കുക. ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ കൂടി പരിഗണിക്കുക. വെറുതെ നമ്മൾ എന്ത് ചെയ്യാണ്? ലെഫ്റ്റ് റൈറ്റ് എടുത്ത് മുന്നോട്ട് പോകല് മാത്രമല്ല, അവിടെ നിന്ന് പിന്നോട്ട് നമുക്ക് വരാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി വെക്കുക, വരച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം. യു ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം എ പ്ലേസ്. നമ്മളോട് പറയാണ്, നിങ്ങളൊരു യാത്ര തുടങ്ങുകയാണ്, ഒരു പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ വാക്കിംഗ് ഫോർ എ കിലോമീറ്റർ യു ടേൺ ടു ലെഫ്റ്റ്. എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. Then walking for half a kilometer, you again turn to left. പിന്നെയും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. You are now going eastwards. In what direction did you originally start? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തുടങ്ങിയത് അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ്? ഇപ്പൊ ഈസ്റ്റിലേക്ക് ആയതുകൊണ്ട് യാത്ര തുടങ്ങിയത് ഏത് ഡയറക്ഷനിലേക്കായിരുന്നു എന്നാണ് ചോദ്യം അല്ലെ? തൊട്ട് മുമ്പ് അർജുന്റെ ചോദ്യം നമ്മൾ ചെയ്ത പോലെ നിങ്ങൾ നോക്കിയേ. ഏതോ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ വാക്കിംഗ് ഫോർ എ കിലോമീറ്റർ യു ടേൺഡ് ലെഫ്റ്റ്. എന്ത് ചെയ്തു? ഒരു ലെഫ്റ്റ് തിരിഞ്ഞു ആണല്ലോ. ദെൻ വാക്കിംഗ് ഫോർ ഹാഫ് എ കിലോമീറ്റേഴ്സ് യു അഗൈൻ ടേൺഡ് ലെഫ്റ്റ്. ഒന്നും കൂടി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. 2 തവണ ലെഫ്റ്റ് തിരിഞ്ഞപ്പോ നമ്മളിപ്പോ ഏത് ദിക്കിലേക്ക് എത്തിയിട്ടുണ്ട്? ഈസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് ആണോ? നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചിട്ടുണ്ട് 2 ലെഫ്റ്റ് അഥവാ 2 റൈറ്റ് ഏതിന് തുല്യമാണ്? ഓപ്പോസിറ്റിന് തുല്യമാണ്. 2 ലെഫ്റ്റോ 2 റൈറ്റോ വന്നാൽ ഓപ്പോസിറ്റ് ആണ് അല്ലെ? അപ്പൊ 2 ലെഫ്റ്റിന് ശേഷം നമ്മൾ ഈസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ യാത്ര തുടങ്ങിയ ഡയറക്ഷൻ ഏതാണ്? ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കൂലേ? അപ്പൊ യാത്ര തുടങ്ങിയത് വെസ്റ്റിലേക്കായിരുന്നു അല്ലേ? അപ്പൊ ഇൻ വാട്ട് ഡയറക്ഷൻ ഡിഡ് യു ഒറിജിനലി സ്റ്റാർട്ട് എന്ന് ചോദിച്ചാൽ വെസ്റ്റിലേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 2 ലെഫ്റ്റ് തിരിഞ്ഞ് ഈസ്റ്റിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, ഇതേ ചോദ്യത്തിൽ തന്നെ നിങ്ങളോട് ഫ്രം വാട്ട് ഡയറക്ഷൻ എന്ന് ചോദിക്കാം. ഇൻ എന്നുള്ളത് മാറ്റിയിട്ട് ഫ്രം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ഏത് തന്നെ എഴുതുക? നമ്മുടെ ഇവിടെ കിട്ടുന്ന ആൻസർ എന്തോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. ഇവിടെ വെസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഫ്രം എന്നാണ് ചോദ്യം എങ്കിൽ നിങ്ങൾ അവിടെ എന്തെഴുതിയാൽ മതി? അവിടെ ഈസ്റ്റ് എന്ന് തന്നെ എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ ഏത് ദിക്കിൽ നിന്ന് തുടങ്ങി എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ആ ദിക്കിൽ നിന്ന് തുടങ്ങിയാലേ ഈസ്റ്റിൽ നിന്നല്ലേ നമുക്ക് എങ്ങോട്ടേക്ക് പോകാൻ പറ്റൂ? വെസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ സഞ്ചരിക്കുക? ആ രീതിയിൽ ചിന്തിക്കുക. അപ്പൊ ഫ്രം വരുമ്പോൾ നേരെ തിരിച്ചെഴുതുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏത് തന്നെയാണ്? വെസ്റ്റ് തന്നെയാണ്. ഉറപ്പിക്കാം. ഇത് നമ്മൾ വരച്ചിട്ടില്ല. വരച്ചോ? ഇല്ല. ഏത് ഡയറക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നമുക്ക് അറിയുന്ന കാര്യം എന്തായിരുന്നു? ആദ്യം ഒരു ലെഫ്റ്റ് തിരിഞ്ഞു, പിന്നെ ഒരു ലെഫ്റ്റും കൂടെ തിരിഞ്ഞു എന്ന്. അപ്പൊ 2 ലെഫ്റ്റിന് ശേഷം നമ്മൾ എവിടേക്ക്, ഏത് ദിക്കിലേക്ക് എത്തി എന്നാണ് മീനിങ്? ഈസ്റ്റിലേക്ക് എത്തി എന്നാണ്. 2 ലെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പോസിറ്റ് അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായി പറയാം അത് ഏതാണ്ടാ വെസ്റ്റ് ആണ് എന്ന് പറയാം. ഇത് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായി? ഓക്കെ, അടുത്തൊരു സീക്വൻസ് ആണ്. എന്ന് വെച്ചാൽ കുറെ ഡയറക്ഷൻസിന്റെ സീക്വൻസ് തന്നിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: ഫേസിംഗ് സൗത്ത് എ സ്റ്റാർട്ട് ഹിസ് ജേർണി. സൗത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആര് സ്റ്റാർട്ട് ചെയ്തു? എ തന്റെ യാത്ര തുടങ്ങുകയാണ്. ആൻഡ് മേക്ക് ടേണിങ്സ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻ സീക്വൻസ് ഗിവൺ ബിലോ. തന്നിട്ടുള്ള സീക്വൻസ് 4 സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ 4 സീക്വൻസിൽ സഞ്ചരിക്കുകയാണ്. എ തന്റെ സഞ്ചാരം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിച്ച് സീക്വൻസ് വിൽ ഫൈനലി ലീഡ് എ ടു എ ഡയറക്ഷൻ അതർ ദാൻ സൗത്ത് എന്നാണ്. അപ്പൊ സൗത്തിലേക്ക് അല്ലാത്ത ഒരു ഡയറക്ഷനിലേക്ക്
എയെ ലീഡ് ചെയ്യുന്നത് ഏത് സീക്വൻസ് ആണ് എന്നാണ്. എന്ന് വെച്ചാൽ എ ഇപ്പൊ സൗത്തിലേക്ക് യാത്ര തുടങ്ങി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞ് തിരിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സൗത്ത് അല്ലാത്ത ഒരു ഡയറക്ഷനിൽ ഈ പറയുന്ന ഏത് സീക്വൻസിലാണ് എ സഞ്ചരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം സൗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരാള് ലെഫ്റ്റിന്റെ എണ്ണവും റൈറ്റിന്റെ എണ്ണവും തുല്യമായാൽ പിന്നെ സൗത്തിൽ തന്നെ വരുമെന്ന് അറിയാലോ അല്ലെ. നമ്മൾ പറയാറില്ലേ ഒരു ലെഫ്റ്റിനെ ഒരു റൈറ്റ് എന്ന ക്രമത്തിൽ വെട്ടിപ്പോവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലെഫ്റ്റിന്റെ എണ്ണവും റൈറ്റിന്റെ എണ്ണവും തുല്യമാണ് എങ്കിൽ സെയിം ഡയറക്ഷൻ വരും. ഇത് എവിടെയാണോ ഡിഫറന്റ് ആവുന്നത് അവിടെ ഡയറക്ഷൻ ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്തിലേക്കാണ് അല്ലെ. അപ്പൊ സൗത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് നിൽക്കണമെങ്കിൽ ഇവിടെ ലെഫ്റ്റിന്റെ എണ്ണവും റൈറ്റിന്റെ എണ്ണവും തുല്യമാവണ്ടേ കുഞ്ഞുങ്ങളെ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് എത്ര എണ്ണം ഉണ്ട് നോക്കിയേ, 1 2 3. റൈറ്റ് എത്ര എണ്ണം നോക്കിയേ, 1 2 3. അപ്പൊ ഇവിടെ റൈറ്റിന്റെ എണ്ണവും ലെഫ്റ്റിന്റെ എണ്ണവും തുല്യം തന്നെയാണ്. അപ്പൊ ഇത് എങ്ങോട്ടേ പോകത്തുള്ളൂ? സൗത്തിലേക്കേ പോകത്തുള്ളൂ. അപ്പൊ അത് നമുക്ക് വേണോ? വേണ്ട. അടുത്ത ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് എത്രയുണ്ട്? 1 2 3 അല്ലെ. റൈറ്റ് എത്രയുണ്ട്? 1 2 3. ഇവിടെയും ലെഫ്റ്റും റൈറ്റും തുല്യാണ്. അപ്പൊ ഇത് എവിടെ തന്നെ കൊണ്ടെത്തിക്കുള്ളൂ? സൗത്ത് എന്ന ഡയറക്ഷനിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുള്ളൂ. വരയ്ക്കണോ? വേണ്ട. ഇനി ഓപ്ഷൻ സി എടുക്കുകയാണ്. ലെഫ്റ്റ് എത്രയുണ്ടെന്ന് നോക്കിയേ, 1 2 3 4 ആണല്ലോ. റൈറ്റ് എത്രയുണ്ടെന്ന് നോക്കിയേ, കണ്ടോ, റൈറ്റ് 1 2. അപ്പൊ 4 ലെഫ്റ്റും 2 റൈറ്റും മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ ലെഫ്റ്റ് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ 2 ലെഫ്റ്റും 2 റൈറ്റും മാത്രമല്ലേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 2 ലെഫ്റ്റ് മിച്ചമല്ലേ. ഇപ്പൊ 2 ലെഫ്റ്റ് വരികയാണെങ്കിൽ അത് ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് അറിയത്തില്ലേ. 2 ലെഫ്റ്റ് ഒരുമിച്ച് വരികയാണെങ്കിൽ അത് ഓപ്പോസിറ്റ് അല്ലേ? ആണ്. അപ്പൊ സൗത്തിന്റെ ഓപ്പോസിറ്റ് ആരാ വരിക? സൗത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏതിലേക്ക് പോവും? നോർത്തിലേക്ക് പോവും. അപ്പൊ ഇവിടെ സൗത്ത് വന്നു, ആദ്യത്തെ രണ്ടെണ്ണം സൗത്ത് വന്നു, ഇവിടെ നോർത്ത് ആണ് വന്നത്. അപ്പൊ ഇത് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാമോ? എടുക്കാം. എന്തായാലും അവസാനത്തെ ഓപ്ഷൻ കൂടെ നമ്മൾ നോക്കുകയാണ്. റൈറ്റ് എത്രയാ? 1 2 3. ലെഫ്റ്റ് എത്രയാ? 1 2 3. ഇവിടെയും ലെഫ്റ്റും റൈറ്റും തുല്യമായത് കാരണം അത് എവിടേക്കേ പോവുള്ളൂ? സൗത്തിലേക്ക് മാത്രമേ പോവുള്ളൂ. ഓക്കെ ആണോ? ഈ ചോദ്യത്തിൽ നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് ഒന്നുകൂടെ നോക്കിക്കോ. സൗത്തിലേക്ക് യാത്ര തുടങ്ങിയ ഒരാളിനെ സൗത്തിലേക്ക് തന്നെ ലീഡ് ചെയ്യാത്ത ഒരു സെറ്റ് ഇതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സൗത്ത് ഡയറക്ഷനിലേക്ക് തന്നെ യാത്ര തുടങ്ങിയ ആളിനെ സൗത്തിലേക്ക് തന്നെ ലീഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണോടാ? റൈറ്റിന്റെ എണ്ണോ ലെഫ്റ്റിന്റെ എണ്ണോ തുല്യമാവണോ നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഓപ്ഷനിലെയും റൈറ്റിന്റെയും ലെഫ്റ്റിന്റെയും എണ്ണം നോക്കി. ഇവിടുത്തെ ലെഫ്റ്റ് എത്രയാ? 1 2 3. ഇവിടുത്തെ റൈറ്റ് എത്രയാ? 1 2 3. അപ്പൊ ഏത് തന്നെയാണ്? സൗത്ത് തന്നെയാണ് ഇവിടെ വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ലെഫ്റ്റ് 1 2 3, റൈറ്റ് 1 2 3. കണ്ടോ? അപ്പൊ റൈറ്റും ലെഫ്റ്റും തുല്യമായി. അപ്പൊ ഇത് ഏത് തന്നെയാണ്? സൗത്ത് തന്നെയാണ്. മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് വന്നപ്പോ ലെഫ്റ്റ് എത്ര എണ്ണം വന്നു? 2 3 4 എണ്ണം വന്നു. റൈറ്റ് എത്ര എണ്ണം വന്നു? 2 എണ്ണം വന്നു. അപ്പൊ എണ്ണത്തിൽ വ്യത്യാസം വന്നോ? അതിന് ഏത് ഡയറക്ഷനിലേക്ക് ആയാലും നമുക്ക് കുഴപ്പമില്ല. സൗത്ത് അല്ലല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതർ ദാൻ സൗത്ത് കണ്ടെത്താമോ എന്നാണ്. ആണ്. അപ്പൊ സൗത്ത് അല്ലാത്ത ഒരു ഡയറക്ഷൻ കിട്ടുന്നത് ഏതിൽ മാത്രമേ ഉള്ളൂ? സിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആൻസർ സി. കിട്ടിയോ? ഇത് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഈ 4 ഓപ്ഷനും നമ്മൾ വരച്ച് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. ഈ ഒരു ചോദ്യം മാത്രം നിങ്ങൾ ചെയ്യാനാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 5 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പൊ ഇവിടെ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തതെന്ന് നോക്കിയാൽ മതി. ഇനി നമ്മളൊരു പുതിയ കാര്യം കൂടി പറയാൻ പോവാണേ. എടാ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഡയറക്ഷൻ മാത്രമല്ലേ പറഞ്ഞോളൂ. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഓക്കെ ആണല്ലോ. ഇതിനകത്ത് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എണ്ണം വെച്ചിട്ട് എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഡിസ്റ്റൻസ് കൂടി കൊണ്ടുവരാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ചെയ്തതിനകത്ത് ഡിസ്റ്റൻസ് കൂടി കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ ഡിസ്റ്റൻസ് കൂടി കൊണ്ടുവരുമ്പോൾ ഡിസ്റ്റൻസ് ഉൾപ്പെടുന്ന ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ മൈനസ് ചെയ്യണം. സെയിം ഡയറക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? പ്ലസ് ചെയ്യണം. ഇത് മനസ്സിൽ വെക്കുക. ഡിസ്റ്റൻസും കൂടെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഡയറക്ഷൻ 4 എണ്ണം അറിയാം. ഈ 4 ഡയറക്ഷൻ വരുമ്പോൾ അതിനകത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എവിടൊക്കെ വരുന്നുണ്ടോ അവിടെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? അളവുകളെ ഒന്ന് മൈനസ് ചെയ്യുക. ഒരേ ഡയറക്ഷനിൽ വരുന്ന അളവുകളെ നിങ്ങൾ എന്ത് ചെയ്യുക?
ഒന്ന് പ്ലസ് ചെയ്യുക. അപ്പൊ ഈസ്റ്റിന്റെ തന്നെ ഒരു 5 കിലോമീറ്ററും ഈസ്റ്റിന്റെ തന്നെ ഒരു 2 കിലോമീറ്റർ നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ആഡ് ചെയ്യുക. ഇപ്പൊ വെസ്റ്റിന്റെ ഒരു 3 കിലോമീറ്ററും ഈസ്റ്റിന്റെ ഒരു 5 കിലോമീറ്ററും കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവർ തമ്മിൽ കുറയ്ക്കുക. ഓപ്പോസിറ്റ് ആണെങ്കിൽ കുറയ്ക്കുക, സെയിം ആണെങ്കിൽ കൂട്ടുക. ഇനി അഡ്ജസന്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ് വരാറുണ്ട്. അഡ്ജസന്റ് ഡയറക്ഷൻസ് എന്ന് വെച്ചാൽ നോർത്തിന്റെ കൂടെ ഈസ്റ്റോ വെസ്റ്റോ അല്ലെ. നോർത്തിന്റെ അഡ്ജസന്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു നോർത്തിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നോർത്തിന്റെ അടുത്ത് വരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തിന്റെ ഓപ്പോസിറ്റ് ആയ സൗത്ത് ഒഴികെ ബാക്കി രണ്ടുപേരും നോർത്തിന്റെ അഡ്ജസന്റ് ആണ്. ഓക്കെ, ഈസ്റ്റിന്റെ അഡ്ജസന്റ് ആരാന്ന് വെച്ചാൽ വെസ്റ്റ് ഒഴികെ ബാക്കി രണ്ടും അഡ്ജസന്റ് ആണ്. സൗത്തിന്റെ അഡ്ജസന്റ് ആരാന്ന് വെച്ചാൽ നോർത്ത് ഒഴികെ ബാക്കി രണ്ടും. അതുപോലെ വെസ്റ്റിന്റെ ആരാന്ന് വെച്ചാൽ ഈസ്റ്റ് ഒഴികെ ബാക്കി രണ്ടും അഡ്ജസന്റ് ആണ്. ഈ അഡ്ജസന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്ജസന്റ് ഡയറക്ഷൻ ആണ് അളവ് വരുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പൈതഗോറസ് തിയറം ആണ്. നിങ്ങൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കാറുണ്ടല്ലോ സെൻസ് ഓഫ് ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത്, ഉപയോഗിക്കാറില്ലേ? ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും, അവിടെ ഒരു മട്ടകോൺ കിട്ടാറുണ്ട്, രണ്ട് അളവുകളും കിട്ടാറുണ്ട്. അപ്പൊ ആ ഡിസ്റ്റൻസ് കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പൈതഗോറസ് തിയറം എങ്ങനെയാ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് പറഞ്ഞ് പഠിക്കാറില്ലേ? ഇവിടെ തന്നെ സിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എ സ്ക്വയറും ബി സ്ക്വയറും തമ്മിൽ കൂട്ടിയ ശേഷം റൂട്ട് എടുത്ത് എഴുതുന്ന ഒരു പരിപാടിയില്ലേ, ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കുക, അഡ്ജസന്റ് ആണ് എങ്കിൽ ഉപയോഗിക്കുക. അപ്പൊ എതിർ ദിശയാണെങ്കിൽ കുറയ്ക്കുക, ഒരേ ദിശയാണെങ്കിൽ കൂട്ടുക, അഡ്ജസന്റ് ആണെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ഇതൊന്ന് മനസ്സിൽ വെച്ചോട്ടാ. ഇതിങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് തന്നെ മനസ്സിൽ കിടന്നോട്ടെ. ചോദ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒരു ചോദ്യം ഇങ്ങനെയാണ്, എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം പി, walks 13 kilometers towards east, turn left and walks 15 meters, again turns right and walks 8 meters, again turns right and walks 15 meters and reaches Q. The distance between P and Q is. ഇവിടെ ഡിസ്റ്റൻസ് ആണ് മെയിൻ. അപ്പൊ അവിടെ നമ്മൾ ജസ്റ്റ് ഡയറക്ഷൻ മാത്രം എഴുതുന്നതുകൊണ്ട് കാര്യമില്ല, ഡിസ്റ്റൻസും കൂടെ എടുത്തെഴുതിയാലേ കാര്യമുള്ളൂ. ഇത് ഞാൻ ആദ്യം ഒന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, പി എന്ന പോയിന്റിൽ നിന്ന് ഒരാള് തന്റെ യാത്ര തുടങ്ങുകയാണ്. ഓക്കെ, എങ്ങോട്ട് ആദ്യം സഞ്ചരിച്ചേ, ഈസ്റ്റിലേക്ക് ഒരു 13 മീറ്റർ സഞ്ചരിച്ചു. ഈസ്റ്റിലേക്ക് ഒരു 13 മീറ്റർ സഞ്ചരിച്ചു ആണല്ലോ. ഡയറക്ഷൻസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് നമ്മൾ അങ്ങ് മാർക്ക് ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ ഈസ്റ്റിലേക്ക് എങ്ങനെ സഞ്ചരിച്ചു, 13 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, എന്നിട്ടോ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഈസ്റ്റിന്റെ ലെഫ്റ്റ് നോർത്ത് ആണ്, എത്ര ദൂരം സഞ്ചരിക്കുന്നു, 15 മീറ്റർ. അപ്പോൾ നോർത്തിലേക്ക് ഒരു 15 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ 13 സഞ്ചരിച്ച പോലെ ഇവിടെ ഒരു 15. എഗൈൻ ടേൺ റൈറ്റ്, അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റിലേക്കാണ് തിരിഞ്ഞത്. അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റിലേക്ക് തിരിഞ്ഞു എന്ന് വെച്ചാൽ എങ്ങോട്ട് തന്നെ, ഈസ്റ്റിലേക്ക് തന്നെയാണ്. എത്ര മീറ്റർ സഞ്ചരിച്ചു എന്നാ, ഒരു 8 മീറ്റർ സഞ്ചരിച്ചു എന്നാണ്, ആണല്ലോ. എഗൈൻ ടേൺ റൈറ്റ്, ഒന്നും കൂടി റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പൊ ആ ഒരു പൊസിഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിയാന്ന് വെച്ചാൽ എങ്ങോട്ടാ, ഉറപ്പായിട്ടും സൗത്തിലേക്കല്ലേ, ആണ്. അപ്പൊ താഴേക്ക് സഞ്ചരിക്കുന്നു. എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയുന്നു, 15 മീറ്റർ. അപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു 15 മീറ്റർ കൂടി സഞ്ചരിച്ചു, ആണല്ലോ. ഇത് വരച്ചപ്പോ തന്നെ നമുക്ക് മനസ്സിലായി, ഇവിടെ ഒരു 13, ഇവിടെ ഒരു 15, ഇവിടെ 8, ഇവിടെ 15 എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ദാ കണ്ടോ, ഈ ഒരു പൊസിഷനിൽ എത്ര ദൂരം സഞ്ചരിച്ചോ അതുപോലെ തന്നെയല്ലേ ഇവിടെയും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നേരിട്ട് അങ്ങ് എടുത്താൽ പോരെ. ഇവിടെ ഒരു 8 മീറ്റർ ഉണ്ട് എങ്കിൽ ഇവിടെ കൂടി 8 മീറ്റർ എടുത്താൽ ആകെ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ ഈ 13നെയും 8നെയും കൂടെ കൂട്ടിയാൽ പോരെ. ആ ഇടയ്ക്ക് വന്ന 15 അങ്ങോട്ട് പോയ പോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഉപേക്ഷിച്ചിട്ട് 13ഉം 8ഉം കൂടെ ചേർത്തു. എത്ര അകലം, 13ഉം 8ഉം എത്ര കിട്ടുന്നുണ്ട്, 22 എന്നാണോ 21 എന്നാണോ, യെസ്, 13 8ഉം 21 മീറ്റേഴ്സ്. അവിടുത്തെ അകലം എത്ര എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് ആയ Q വരെ എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം എന്ന് ചോദിച്ചാൽ സ്ട്രൈറ്റ് അല്ലെ, ഇവിടെ സഞ്ചാര പാത വെച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എന്ത് വരും, മൊത്തത്തിൽ നമുക്കൊരു 51 എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്ക് ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള P മുതൽ Q വരെയുള്ള എയർ ഡിസ്റ്റൻസ് എന്നങ്ങ് വിചാരിച്ചാൽ മതി. എത്രയേ ഉള്ളൂ, 13 8ഉം 21 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ വരയ്ക്കാതെ ചെയ്യാൻ പോവാം. വരയ്ക്കാതെ ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ഓർക്കുക, അത്യാവശ്യം ഡയറക്ഷനെ കുറിച്ച് നല്ല ബോധം നമുക്ക് വേണമല്ലോ. യെസ്, അപ്പൊ പിയിൽ നിന്ന് ഒരു യാത്ര തുടങ്ങുന്നു. വാക്സ് 13 മീറ്റേഴ്സ് ടുവേർഡ്സ് ഈസ്റ്റ്.
അപ്പൊ ഈസ്റ്റിലേക്ക് 13 മീറ്റർ സഞ്ചരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ. ടേൺ ലെഫ്റ്റ്, അവിടെ നിങ്ങൾ ലെഫ്റ്റ് എന്ന് എഴുതി വെക്കരുത്. നമുക്കിവിടെ ഡിസ്റ്റൻസ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈസ്റ്റിന്റെ ലെഫ്റ്റ് എടുത്ത് എഴുതുക. ഈസ്റ്റിന്റെ ലെഫ്റ്റ് ആരാ? നോർത്ത് ആണോ? ആണ്. നോർത്ത് 15 എഴുതാൻ പറ്റുമോ? അപ്പൊ ലെഫ്റ്റ് എന്ന് എടുക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഡയറക്ഷൻ എഴുതുക. എത്ര മീറ്റർ? 15 മീറ്റർ. എഗെയിൻ ടേൺ റൈറ്റ്. അപ്പൊ നോർത്തിന്റെ റൈറ്റ് ആരാ? നോർത്തിന്റെ റൈറ്റ്. നോർത്തിന്റെ റൈറ്റ് എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ആരാ? പറഞ്ഞേ. യെസ്, ഈസ്റ്റ് ആണ്. അപ്പൊ നോർത്തിന്റെ റൈറ്റ് ഈസ്റ്റ് എത്ര ദൂരം? 8 മീറ്റേഴ്സ്. എഴുതി വെക്കാലോ? എഴുതി. എഗൈൻ ടേൺ റൈറ്റ്. അപ്പൊ ഈസ്റ്റിന്റെ റൈറ്റ് ആരാ? ഈസ്റ്റിന്റെ റൈറ്റിൽ വരുന്നത് സൗത്ത്. എത്രയാ? 15. ഇത്രയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് കാണാൻ നിങ്ങൾ വരയ്ക്കണോ? വേണ്ട. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നോർത്ത് സൗത്ത് ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണല്ലോ. നോർത്തും സൗത്തും ഓപ്പോസിറ്റ് ആണല്ലോ. യെസ്. അപ്പൊ നോർത്തിന്റെ 15ഉം സൗത്തിന്റെ 15ഉം ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഓപ്പോസിറ്റ് വന്നാൽ കുറയ്ക്കണം എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ. ഇനി ഈസ്റ്റിന്റെ ഒരു 13ഉം ഈസ്റ്റിന്റെ ഒരു 8 മാത്രമല്ലേ ഉള്ളതാ. ഈസ്റ്റിന്റെ 13 8 അങ്ങ് കൂട്ടി എഴുതുക. ഈസ്റ്റിന്റെ 13നോട് ഒരു 8 കൂടി കൂട്ടി എഴുതിയാൽ മതി. ആൻസർ 21. കഴിഞ്ഞു. വരയ്ക്കേണ്ട ഒരാവശ്യമില്ല. എതിർദിശ നമ്മൾ ഒരുപോലെ വന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. കാരണം നോർത്തിന്റെ 15ഉം സൗത്തിന്റെ 15ഉം കൂടെ കുറച്ചാൽ 0 കിട്ടത്തുള്ളൂ. കാരണം എതിർദിശയാകുമ്പോൾ കുറയ്ക്കും. പിന്നെ ഈസ്റ്റിന്റെ ഒരു 13ഉം ഈസ്റ്റിന്റെ തന്നെ 8ഉം കൂടെ ചേർത്ത് 13 8ഉം 21 എന്ന് എഴുതി വെച്ചു. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ആൻസർ 21. അതുപോലത്തെ ഒരു ചോദ്യം തരട്ടെ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. എ മാൻ സ്റ്റാർട്ട് ഫ്രം എ, walks 10 meters along north, turn right and walks 18 meters, turn left and walks 12 meters, again turns left and walks 18 meters. If his final position is at B, the distance between A and B. എയിൽ നിന്ന് യാത്ര തുടങ്ങിയ ഒരാൾ ബിയിൽ എത്തിച്ചേർന്നു. അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ പോവാം. ഇപ്പൊ ചെയ്ത പോലെ നമ്മൾ തുടങ്ങാണ്. എ ഒരു പോയിന്റ് ആണ്. ആ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. വരയ്ക്കുന്നില്ല ഞാൻ. ഓക്കെ. നോർത്തിലേക്ക് ഒരാൾ 10 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ഞാൻ നോർത്ത് അവിടെ മാർക്ക് ചെയ്തു. അവിടുത്തെ 10 മീറ്റർ എഴുതി. ടേൺസ് റൈറ്റ്. നോർത്തിന്റെ റൈറ്റ്. നോർത്തിന്റെ റൈറ്റ് എന്ന് വെച്ചാൽ ആരാ? ഉറപ്പായിട്ടും ഈസ്റ്റ് ആണ്. എത്ര മീറ്റേഴ്സ്? 18 മീറ്റേഴ്സ്. ഓക്കെ ആണല്ലോ. ടേൺ ലെഫ്റ്റ്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. എത്ര മീറ്റർ? 12 മീറ്റർ. ഈസ്റ്റിന്റെ ലെഫ്റ്റ് ആരാ? ഈസ്റ്റിന്റെ ലെഫ്റ്റ് നോർത്ത്. എത്ര മീറ്റർ? 12 മീറ്റർ. എഗൈൻ ടേൺ ലെഫ്റ്റ്. അപ്പൊ ഈ നോർത്തിൽ നിന്ന് പിന്നെ ലെഫ്റ്റിലേക്ക് തിരിയാന്ന് വെച്ചാൽ എങ്ങോട്ടാ? വെസ്റ്റിലേക്കല്ലേ? യെസ്. വോക്സ് 18 മീറ്റേഴ്സ്. അപ്പൊ വെസ്റ്റിൽ എത്രയാ? 18. ഓക്കെ. ഇഫ് ഹിസ് ഫൈനൽ പൊസിഷൻ ഈസ് ബി. ഇപ്പൊ എവിടെ എത്തിച്ചേർന്നു? ബിയിൽ എത്തിച്ചേർന്നു. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒന്നും നോക്കണ്ട. ഒരേ ഡയറക്ഷൻ ഉണ്ടോ? ഉണ്ട്. നോർത്ത് നോർത്ത് വരുന്നുണ്ട്. ഈ നോർത്തിന്റെ 2 വാല്യൂ കൂടെ ചേർത്തിട്ട് നമുക്ക് നോർത്തിന്റെ 22 എന്ന് എഴുതാമല്ലോ അല്ലേ? നോർത്തിന്റെ 10ഉം നോർത്തിന്റെ 12ഉം ചേർത്ത് നോർത്തിന്റെ 22. ഈസ്റ്റിന്റെ 18 വെസ്റ്റിന്റെ 18 എതിർദിശയാണോ? ഈസ്റ്റിന്റെ 18നോട് വെസ്റ്റിന്റെ 18 മൈനസ് ചെയ്തോളൂ. 18 18 ക്യാൻസൽ ആയി. നമ്മുടെ ആൻസർ നോർത്ത് ഡയറക്ഷനിൽ 22 മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. സോ എ മുതൽ ബി വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഡിസ്റ്റൻസ് എത്ര എന്ന് ചോദിച്ചാൽ ആൻസർ 22 മീറ്റേഴ്സ്. ഇനഫ്. കണ്ടോ? വരയ്ക്കണോ? വരയ്ക്കണ്ട. വരയ്ക്കാതെ ചെയ്യാം. ഈ ഒരു മെത്തേഡ് ഒരു തവണ കൂടെ പറഞ്ഞുതരാം. വേറൊന്നുമില്ല. നോർത്തിലേക്ക് ആദ്യം സഞ്ചരിച്ചത് 10 മീറ്റർ. നോർത്തിലേക്ക് 10 മീറ്റർ. എന്നിട്ട് റൈറ്റിലേക്ക് തിരിയുന്നു. നോർത്തിന്റെ റൈറ്റ് ആരാ? ഉറപ്പായിട്ട് ഈസ്റ്റ് ആണ്. എത്ര മീറ്റർ? 18 അല്ലെ? എന്നിട്ട് എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഈസ്റ്റിന്റെ ലെഫ്റ്റ് ആരാ? ഈസ്റ്റിന്റെ ലെഫ്റ്റ് പിന്നെ നോർത്ത് ആണ്. എത്ര മീറ്റർ? 12 മീറ്റർ ആണോ? എഗൈൻ ടേൺ ലെഫ്റ്റ്. അപ്പൊ നോർത്തിന്റെ പിന്നെ ലെഫ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വെസ്റ്റ് എത്രയാ? 18. ഇത്രയേ നമ്മുടെ കയ്യിലുള്ളൂ. എതിർദിശ ആരൊക്കെ ഉള്ളത്? ഈസ്റ്റിന്റെ 18ഉം വെസ്റ്റിന്റെ 18ഉം. സ്വാഭാവികമായിട്ട് ഇവരെ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. ബാക്കി റിസൾട്ട് നോർത്തിന്റെ 10ഉം നോർത്തിന്റെ 12ഉം ചേർത്ത് ടോട്ടൽ നോർത്തിന്റെ 22 കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? 22 മീറ്റേഴ്സ്. ഇതിന്റെ ആവശ്യമുള്ളൂ. അടുത്തൊരു ചോദ്യം. എ മാൻ ട്രാവൽസ് 4 kilometers to north and turns east and travels 7 kilometers. Then he turns north and travels 1 kilometers. Again turns to east and travels 5 kilometers.
ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ ലെഫ്റ്റും റൈറ്റും ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഡയറക്ഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെ എടുത്തെഴുതി അങ്ങ് ചെയ്താൽ മതി. ഇവിടെ എന്ത് വേണ്ട? ലെഫ്റ്റും റൈറ്റും വേണ്ട. ആദ്യം എന്ത് ചെയ്തു? 4 കിലോമീറ്റർ നോർത്തിലേക്ക്. അപ്പൊ നോർത്തിന്റെ 4 അവിടെ എഴുതി വെക്കുക. ഓക്കെ. ടേൺസ് ഈസ്റ്റ് ആൻഡ് 7 കിലോമീറ്റേഴ്സ്. ഈസ്റ്റിന്റെ 7 എഴുതി വെക്കുക. Then he turns north and travels 1 kilometers. അപ്പൊ നോർത്തിലേക്ക് തിരിഞ്ഞു 1 kilometer. He again turns to east and travels 5 kilometers. അപ്പൊ ഈസ്റ്റിലേക്ക് തിരിഞ്ഞു 5 kilometers. ഇത്രേ സഞ്ചരിച്ചിട്ടുള്ളൂ. നോർത്തിലേക്ക് ആദ്യം 4, പിന്നെ ഈസ്റ്റിലേക്ക് 7, നോർത്തിലേക്ക് 1, ഈസ്റ്റിലേക്ക് 5. ഇത്രയാണല്ലോ. ഒരുപോലെയുള്ള ആൾക്കാരെ ഒന്ന് കൂട്ടിയേ. നോർത്ത് നോർത്ത്. അപ്പൊ നോർത്തിന്റെ മൊത്തം എത്രയാടാ? 4ഉം 1ഉം 5 ആയിട്ടുണ്ടോ? ആണ്. ഈസ്റ്റിലേക്ക് എത്രയായെന്ന് നോക്കിയടാ? ഈസ്റ്റില് 7ഉം 5ഉം 7ഉം 5ഉം 12 ആയിട്ടുണ്ടോ? ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞേ ഉള്ളൂ, അഡ്ജസന്റ് ഡയറക്ഷൻ വന്നാൽ അവിടെ എന്ത് ഉപയോഗിക്കുക? ഡിസ്റ്റൻസ് കണക്കാക്കാൻ പൈതഗോറസ് തിയറം അല്ലെ? അപ്പൊ നോർത്തും ഈസ്റ്റും അടുത്തടുത്ത ഡയറക്ഷൻ അല്ലേ? നോർത്തിന്റെ തൊട്ടടുത്താണല്ലോ ഈസ്റ്റ് വരിക. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്? റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. 5ന്റെ സ്ക്വയറും 12ന്റെ സ്ക്വയറും. 5ന്റെ സ്ക്വയർ എത്രയാ? 25. 12ന്റെ സ്ക്വയർ എത്രയാ? 144. ഒന്ന് കൂട്ടി എഴുതിയാൽ 169 കിട്ടത്തില്ലേ? കിട്ടിക്കഴിഞ്ഞു. 169ന്റെ റൂട്ട് 13. അപ്പൊ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിലുള്ള അകലം 13 കിലോമീറ്റേഴ്സ്. കണ്ടോ? എങ്ങനെയുണ്ട്? നല്ല എളുപ്പമല്ലേ? വരയ്ക്കണോ? ഇല്ല, ഒരാവശ്യമില്ല. ജസ്റ്റ് ഡയറക്ഷൻ മാത്രം എഴുതുക. തന്നിരിക്കുന്നത് നോർത്തിന്റെ 4, പിന്നെ ഈസ്റ്റിന്റെ 7, പിന്നെയും നോർത്തിന്റെ 1, പിന്നെയും ഈസ്റ്റിന്റെ ആരാണ്? 5. ഇത് നമ്മൾ സെപ്പറേറ്റ് എഴുതണമെന്നില്ല. ഇവിടെ നോർത്തിന്റെ 4 ഓൾറെഡി ഉണ്ട്. ഈ നോർത്തിന്റെ 1 കൂടി ഇവിടെ ചേർക്കുക. ഇവിടെ ഈസ്റ്റിന്റെ 7 ഓൾറെഡി ഉണ്ട്. ഈസ്റ്റിന്റെ 5ഉം കൂടി ഇവിടെ അങ്ങ് ചേർക്കുക. പിന്നെ ഇവരുടെ 2 കോളത്തിന്റെ ആവശ്യമുണ്ടോ? ഇവരെ രണ്ടുപേരെയും നമുക്ക് ആവശ്യമില്ല. അപ്പൊ നോർത്തിന്റെ മൊത്തം എത്ര കിട്ടുന്നുണ്ട്? 5 കിട്ടുന്നുണ്ട്. ഈസ്റ്റിന്റെ മൊത്തം എത്ര കിട്ടുന്നുണ്ട്? 12. ഈ 2 ഡയറക്ഷൻ നോർത്തും ഈസ്റ്റും ഓപ്പോസിറ്റ് ആണോ? അല്ല. ഓക്കെ, ഇവർ രണ്ടുപേരും അഡ്ജസന്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഈ വാല്യൂസിനെ സ്ക്വയർ ചെയ്യുക. 5ന്റെ സ്ക്വയർ 25, 12ന്റെ സ്ക്വയർ 144, കൂട്ടുമ്പോ 169 ആണോ? 169നെ റൂട്ട് എടുത്താൽ മതി. ആൻസർ 13 കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞു തന്ന ചോദ്യങ്ങളെല്ലാം തന്നെ എഴുതാതെ മീൻസ് വരച്ച് അളവെഴുതാതെ നിങ്ങൾക്ക് ജസ്റ്റ് ആ വാല്യൂസ് മാത്രം എടുത്തുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? അപ്പൊ വരയ്ക്കാതെ നമ്മൾ ഡയറക്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറച്ചുകൂടെ വലിയ വലിയ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി ശീലിച്ചു നോക്കുക. ഈ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പുതുതായിട്ട് നിങ്ങൾക്ക് ഒന്നും ഇവിടെ പഠിക്കാനില്ല. ജസ്റ്റ് എന്തറിയണം? ലെഫ്റ്റ് റൈറ്റ് അറിയണം. ഓക്കെ, പിന്നെ ലെഫ്റ്റിനും റൈറ്റിനും എണ്ണം വെച്ച് ബാലൻസ് ചെയ്യാൻ അറിയണം. എങ്ങനെ? 2 ലെഫ്റ്റ് 2 റൈറ്റ് ഓപ്പോസിറ്റ്, 3 ലെഫ്റ്റ് 1 റൈറ്റ്, 3 റൈറ്റ് 1 ലെഫ്റ്റ്, 4 റൈറ്റ് സെയിം ഡയറക്ഷൻ, 4 ലെഫ്റ്റ് സെയിം ഡയറക്ഷൻ. ഈ രീതിയിൽ അറിഞ്ഞിരിക്കണം. പിന്നെ ഡിസ്റ്റൻസ് എതിർ ദിശയിൽ വരുമ്പം എങ്ങനെ എടുക്കണം? എതിർ ദിശയാണെങ്കിൽ കുറയ്ക്കുക, ഒരേ ദിശയാണെങ്കിൽ കൂട്ടുക. അതുപോലെ അഡ്ജസന്റ് അടുത്തടുത്ത ദിശകളാണ് എങ്കിൽ എന്ത് ചെയ്യുക? പൈതഗോറസ് തിയറം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്തു നോക്കൂ. ചോദ്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെടുന്നു എന്ന് എനിക്കറിയില്ല. കൃത്യമായത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. കൂടുതൽ മോഡൽസ്, വേറെ മോഡൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചെയ്ത ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഈ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഉപകാരപ്പെട്ടിട്ടേ ഇല്ല എങ്കിൽ അതും കമന്റ് ചെയ്യുക. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.